പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഒടുവിൽ കാര്യങ്ങൾ പുതിയൊരു വഴിത്തിരിവിലേക്ക് പോവുകയാണ്. അച്ചുവിന്റെ കൈക്ക് എന്ത് പറ്റി എന്ന് ചോദിക്കുകയാണ് ഇപ്പോൾ അർച്ചന. ഇതോടെ ചെറിയൊരു ആക്സിഡന്റ് ഉണ്ടായതാ? അല്ല, ഇതൊരു പെൺകുട്ടിയുടെ ചുരിദാറിന്റെ ഭാഗമല്ലേ? നിനക്കിതെങ്ങനെ കിട്ടി? നിന്റെ കയ്യിൽ ഇതെങ്ങനെ വന്നു? ഇതോടെ ഞെട്ടിപ്പോകുന്ന അവൻ, ഓ അതോ, എന്നെ സഹായിക്കുന്നതിനായി അവിടെയുള്ള ഒരു പെൺകുട്ടിയാണ് കടന്നു വന്നത്. അവൾ അവളുടെ ഷാൾ ഉപയോഗിച്ചു, അതുകൊണ്ട് ഉണ്ടായതാ ഇത്. എന്തേ, ചേച്ചിക്ക് വല്ല ബുദ്ധിമുട്ടുണ്ടോ? ഏയ്, എനിക്കെന്ത് ബുദ്ധിമുട്ട്? ഞാൻ നിന്നോട് ചോദിച്ചു എന്ന് മാത്രമുള്ളേ. നീ അതിന്റെ പേരിൽ ഇനി എന്നെ കൊല്ലാൻ നിൽക്കണ്ട. അല്ല അച്ചു, നീ എന്തായാലും ഒന്ന് റെസ്റ്റ് എടുക്ക്. കൈക്ക് ഒരു അപകടമുണ്ടായതല്ലേ? ഞാനിവിടെ നിൽക്കണോ? ഇന്ന് ഇന്നിനി ജോലിക്ക് പോകണ്ട. അല്ല ചേച്ചി, എനിക്കൊരു പ്രശ്നവുമില്ല. ചേച്ചി ധൈര്യമായി പോക്കോ, ഒരു പ്രശ്നവുമില്ല. ഇതൊക്കെ ചെറിയൊരു പരിക്കല്ലേ, അതൊക്കെ മാനേജ് ചെയ്യാൻ എനിക്ക് പറ്റും. അതുകൊണ്ട് ആ കാര്യം ആലോചിച്ച് ചേച്ചി ടെൻഷൻ അടിക്കണ്ട എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഹും, എന്തായാലും നീ ശ്രദ്ധിക്കണം കേട്ടോ എന്ന് പറഞ്ഞ് അർച്ചന പോകുന്നു. പക്ഷെ ഇതേ സമയം രുക്കു വീട്ടിലേക്ക് തിരിച്ചു വരുമ്പോൾ രുക്കുവിനെ കാത്തിരിക്കുകയാണ് ചന്ദ്രലേഖ. ചന്ദ്രലേഖയെ കണ്ട് ഞെട്ടിപ്പോകുന്ന രുക്കു എന്താണ് ചെയ്യേണ്ടത് എന്നറിയാതെ നിൽക്കുമ്പോൾ, നീ എവിടേക്കാ പോയേ? ഇതോടെ, ഇല്ല, എൻ്റെ ഒരു ഫ്രണ്ട് വന്നിട്ടുണ്ടായിരുന്നു. ഫ്രണ്ടിനെ കാണാൻ? ഓ, അല്ല, ഈ ചുരിദാറിന്റെ ഇവിടെ എന്താ കീറിയിരിക്കുന്നേ? അത് അത് പിന്നെ, അവിടെ വരുന്ന വഴിക്ക് അവിടുത്തെ ഒരു ചെറിയ ആക്സിഡന്റ് ഉണ്ടായിരുന്നു, അവിടെ പെട്ട് കുടുങ്ങിയതാ. ശരി ശരി. ഇതോടെ ചന്ദ്രലേഖയ്ക്ക് കള്ളക്കളികൾ ഏകദേശം മനസ്സിലായിരിക്കുകയാണ്. നേരിട്ട് ചോദിച്ചാൽ ഇവൾ സത്യം പറയില്ല, അതുകൊണ്ട് കുതന്ത്രം തന്നെ വേണമെന്ന് ഉറപ്പിക്കുകയാണ്. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.